PM ശ്രീയിൽ മന്ത്രി വി ശിവൻകുട്ടിയുടെ കലിപ്പ് തീരുന്നില്ല എന്നതാണ് ഇന്ന് അദ്ദേഹത്തിന്റെ പ്രസ്താവനയിലൂടെ കേരളം മനസ്സിലാക്കിയിരിക്കുന്നത്. PM ശ്രീ പദ്ധതിയിൽ മുന്നണിയിൽ ആലോചിക്കാതെയും ഒപ്പം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ച ചെയ്യാതെയും ഒപ്പിട്ടത് വലിയ പ്രശ്നങ്ങളിലേക്കും പ്രതിസന്ധിയിലേക്കുമാണ് കാര്യങ്ങളെ എത്തിച്ചത്. ഒടുക്കം CPIയുടെ ശക്തമായ നിലപാടിന് മുന്നിൽ അടിയറ വെക്കേണ്ടി വരുന്ന സാഹചര്യം CPMനുണ്ടായി. പിന്നീട് ആ പദ്ധതിയിൽ തൽക്കാലം മരവിപ്പിക്കാനും കേന്ദ്രത്തിന് കത്തയക്കാനും തീരുമാനമെടുത്തുകൊണ്ടാണ് ആ പ്രശ്നം പരിഹരിച്ചിരുന്നത്. അങ്ങനെ പരിഹരിച്ചു എന്ന് കരുതുമ്പോൾ കേന്ദ്രത്തിന് കത്തയക്കുന്നത് ദീർഘമായി നീണ്ടുപോകുന്ന സാഹചര്യമുണ്ടായി. 2 ആഴ്ചയായിട്ടും ആ കത്തയക്കാത്തതിനെ തുടർന്ന് വീണ്ടും ഈ പ്രശ്നങ്ങൾ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളായും മറ്റുമൊക്കെ വരുമ്പോൾ നേതാക്കൾക്ക് മറുപടി പറയേണ്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. CPI വീണ്ടും പ്രതിസന്ധിയിലായ ഘട്ടത്തിലാണ് 2 മന്ത്രിമാർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ഈ വിഷയം സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നേരിൽ കണ്ട് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തി ഇന്നലെ വിദ്യാഭ്യാസ സെക്രട്ടറി ആ കത്ത് കേന്ദ്രത്തിന് അയക്കുമ്പോൾ ആ പ്രശ്നം ഇതോടുകൂടി തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെട്ടു എന്ന് പൂർണ്ണമായും കരുതുമ്പോഴാണ് ഇന്ന് മന്ത്രി വി ശിവൻകുട്ടി ചില പരാമർശങ്ങൾ നടത്തുകയും ആ പ്രശ്നം വീണ്ടും സജീവമാക്കുകയും CPI ഏറ്റുമുട്ടലിന് വീണ്ടും ഇടയാക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് വി ശിവൻകുട്ടിയെ പ്രകോപിപ്പിച്ച കാരണങ്ങൾ എന്നതാണ് നമ്മൾ നോക്കുന്നത്. ഈ PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഒരു പ്രസ്താവന ബിനോയ് വിശ്വത്തിന്റെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിൽ പ്രകോപിതനായാണ് ഇപ്പോൾ ഒരു തുറന്നു പറച്ചിലിന് വി ശിവൻകുട്ടി തയ്യാറായിരിക്കുന്നത്. ഈ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇത് ഇടതുപക്ഷത്തിന്റെ LDFന്റെ വിജയം എന്ന നിലയിലാണ്. അതിന് മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വി ശിവൻകുട്ടി ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും ഒന്നും കഥയല്ല, അങ്ങനെ ഒരു പ്രശ്നമല്ല ഇത്. ഈ ഇടതുപക്ഷ രാഷ്ട്രീയം എങ്ങനെയാണ് നടപ്പാക്കേണ്ടത് എന്നത് സംബന്ധിച്ച് തങ്ങൾക്ക് ആരുടെയും ക്ലാസ് ആവശ്യമില്ല. ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ നിന്ന് അത് പഠിക്കേണ്ട ഗതികേടൊന്നും CPMനില്ല എന്നതാണ് കൃത്യമായി പറഞ്ഞാൽ വി ശിവൻകുട്ടി പറഞ്ഞ വാക്കുകൾ. പദ്ധതിയിൽ നിന്നുള്ള പിന്മാറ്റം അടഞ്ഞ അധ്യായമല്ല എന്നുകൂടി മന്ത്രി വി ശിവൻകുട്ടി പറയുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു അടഞ്ഞ അധ്യായമല്ല, ഇത് തൽക്കാലം നിർത്തിവെച്ചിട്ടേ ഉള്ളൂ. ഒരു പക്ഷേ ഈ പദ്ധതിയിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് എന്നതിന്റെ കൃത്യമായ സൂചനയാണ് മന്ത്രി ഇന്ന് നൽകിയിരിക്കുന്നത്. ഈ ജനയുഗത്തിൽ വന്ന ലേഖനത്തിൽ വലിയ അതൃപ്തി വി ശിവൻകുട്ടി പ്രകടിപ്പിച്ചു. CPIയെ അതിരൂക്ഷമായി വിമർശിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ കേൾക്കാം. PM ശ്രീ ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖലയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഒരു ഭരണപരമായ ബാധ്യതയുടെയും വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയ നിലപാടിന്റെയും സംയോജനമാണ് എന്ന് വ്യക്തമാക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വഴി സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന ഫണ്ട് കേരളത്തിന്റെ അവകാശമാണ്, അതാരുടെയും ഔദാര്യമല്ല. PMC പദ്ധതിയിൽ ഒപ്പുവയ്ക്കുവാനുള്ള ആദ്യഘട്ട ശ്രമം പോലും സംസ്ഥാന താൽപര്യം മുൻനിർത്തി നമ്മുടെ വിദ്യാഭ്യാസ നിയമങ്ങൾക്കും പാഠ്യപദ്ധതിക്കും എതിരില്ലാത്ത ഭാഗങ്ങൾ മാത്രം സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. PMC പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന കണ്ടു. ഇത് ആരുടെയും വിജയത്തിന്റെയും പരാജയത്തിന്റെയും പ്രശ്നമൊന്നുമല്ല. ആരെങ്കിലും ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇത് ഏതെങ്കിലും ഒരു കൂട്ടരുടെ വിജയമാണ്, വേറെ ഒരു കൂട്ടരുടെ പരാജയമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു നയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. ആ നയം കൂടിയാലോചനയിലൂടെ പരിഹാരം കാണണമെന്നുള്ളതിലേക്ക് തീരുമാനിച്ചു. ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഇടതു നയങ്ങൾ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു പാർട്ടികൾ കൈവശം വെച്ചിരിക്കുന്നതല്ല, അത് എല്ലാവർക്കും ബാധകമായ ഒന്നാണ്. എല്ലാവരും മുറുകെ പിടിക്കുന്നതാണ് ആ മൂല്യങ്ങൾ. ആര് ത്യാഗം സഹിച്ചു, ആര് ത്യാഗം സഹിച്ചില്ല എന്നതൊന്നും പറയാൻ താനിപ്പോൾ ഈ അവസരം ഉപയോഗിക്കുന്നില്ല. ആരൊക്കെയാണ് ദേശീയ തലത്തിൽ സമരം ചെയ്തതെന്നും ത്യാഗം സഹിച്ചതെന്നും ഈ അവസരത്തിൽ പറയുന്നില്ല. കത്ത് കൊടുത്ത സ്ഥിതിക്ക് കേന്ദ്ര ഫണ്ട് കിട്ടുമോ എന്ന കാര്യത്തിൽ തനിക്ക് വലിയ ആശങ്കയുണ്ട് എന്നത് പറയുന്നു. നമുക്കറിയാം, സമഗ്ര ശിക്ഷാ അഭിയാന്റെ ഭാഗമായിട്ടുള്ള ഫണ്ടിന്റെ ഒരു ഭാഗം
കേന്ദ്രത്തിന് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും അത് പൂർണ്ണമായും കിട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശങ്കയുണ്ട് എന്നതാണ് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിക്കുന്നത്. അതൊരു ആശങ്കയായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കാരണം കേന്ദ്രം എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെക്കുന്നത് ഇത് അന്തിമമായ ഒരു തീരുമാനമല്ല, ഒരു പക്ഷേ PM ശ്രീയിലേക്ക് തിരിച്ചു പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകാം എന്നതാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. മറ്റൊന്ന്, CPI ഇതിന്റെ ക്രെഡിറ്റ് എടുക്കാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഭാഗമായി CPIക്കുള്ള മറുപടിയാണ്. ഇത് CPIക്ക് മുന്നിൽ തങ്ങൾ തോൽക്കേണ്ടി വന്നു അല്ലെങ്കിൽ തലകുനിക്കേണ്ടി വന്നു എന്നൊരു സാഹചര്യം ധ്വനിപ്പിക്കുന്നുണ്ട് ഈ പ്രസ്താവന. അതങ്ങനെയല്ല. ഇത് എല്ലാ ഈ ഇടത് മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം രണ്ടുപേർക്കും ഉണ്ട്. അത് അങ്ങനെ ഉണ്ടായ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് എന്ന് പറയുകയാണ്. അതൊരു ജയപരാജയം തീരുമാനിക്കുന്ന സംഗതിയല്ല എന്ന് പറയുന്നു. ഒപ്പം തന്നെ ഈ ഫണ്ട് ഇനി കിട്ടാതിരിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം തനിക്ക് മാത്രമായിരിക്കില്ല എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് ചെയ്തത്. അതായത് CPI ആണ് ഇതിൽ കടുംപിടുത്തം നടത്തിയിരിക്കുന്നത്. ആ കടുംപിടുത്തത്തിന് വിധേയമാകേണ്ടി വന്നതാണ്. അപ്പോൾ ഫണ്ട് കിട്ടിയില്ലെങ്കിൽ തന്റെ മേലായിരിക്കില്ല അതിന്റെ ഉത്തരവാദിത്വം എന്ന് കൂടിയാണ് ഇന്ന് വി ശിവൻകുട്ടി പറയുന്നത്. പക്ഷെ നോക്കൂ, ഈ പ്രശ്നം അടിയന്തരമായി പരിഹരിക്കേണ്ടി വന്ന സാഹചര്യം എന്താണ്? തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും വരുമ്പോൾ മുന്നണിയെ അങ്ങേയറ്റം പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ ഒരു വലിയ പ്രശ്നമായി ഇത് രൂപപ്പെട്ടു. പരസ്യമായി ആ പ്രശ്നം മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നു, അത് ചർച്ചയാകുന്നു. അപ്പോൾ മുന്നണിയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് അത് പോകുന്നു. തങ്ങൾ അപമാനിതരായി എന്നൊരു ബോധം CPIക്ക് ഉണ്ടാകുന്നു. CPIക്ക് ഒരു തരത്തിലും പിന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം സൃഷ്ടിക്കുന്നു. ആ സാഹചര്യത്തിലാണ് മന്ത്രിസഭാ യോഗത്തിൽ നിന്ന് CPI മന്ത്രിമാർ വിട്ടുനിൽക്കും, അത് അങ്ങനെ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം തകരും എന്ന ഒരു ഘട്ടം വരെ എത്തിയ വിഷയത്തിലാണ് പിന്നീട് സമവായം ഉണ്ടാകുന്നത്. ആ സമവായം CPI അംഗീകരിക്കുകയായിരുന്നു. പദ്ധതിയിൽ നിന്ന് പൂർണ്ണമായും പിന്നോട്ടെന്ന് അല്ല, ഇപ്പോൾ റദ്ദാക്കും, പിന്നീട് മന്ത്രിസഭാ ഉപസമിതി ഇത് പഠിച്ച് വേണ്ട തീരുമാനം എടുക്കും എന്ന ഒരു ഒത്തുതീർപ്പിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. അത് ഈ തെരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടുകൊണ്ടെടുത്ത തീരുമാനമാണ്. ആ തീരുമാനമാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നത്. വീണ്ടും പരസ്യ പ്രസ്താവനകളിലേക്ക് മന്ത്രി വി ശിവൻകുട്ടി എത്തുന്നു. അതിന് മറുപടിയുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും എത്തുന്നു. പക്ഷേ അദ്ദേഹം ഒരു മുൻകരുതൽ സ്വീകരിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇത് ഇങ്ങനെ ചർച്ചയാക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ ബോധം CPIക്കുണ്ട് എന്ന് ബിനോയ് വിശ്വം പറയുകയാണ്. PM ശ്രീയിൽ നിന്ന് പിന്മാറുന്നതായി അറിയിച്ച് സർക്കാർ കേന്ദ്രത്തിന് കത്തയച്ചത് LDF രാഷ്ട്രീയത്തിന്റെ വിജയമാണ് എന്നത് അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. എന്താണ് ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയമെന്നും അതിന്റെ കാതൽ എന്താണെന്നും CPIക്ക് അറിയാം തുടങ്ങിയ പരാമർശങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും നിലപാട്. പക്ഷേ ഈ സമയത്ത് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല. ഈ കാര്യങ്ങളിൽ ഇടത് മൂല്യങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെ കൂടുതൽ കാര്യങ്ങൾ മന്ത്രി വി ശിവൻകുട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും MA ബേബിക്കുമായിരിക്കും എന്ന് പറയുകയാണ് ബിനോയ് വിശ്വം ചെയ്തത്. കൂടുതൽ തുറന്നു പറച്ചിലേക്കോ ഇത് കൂടുതൽ എസ്കലേറ്റ് ചെയ്യുന്ന ഒരു നിലയിലേക്കോ ഉള്ള പ്രസ്താവനകൾക്ക് തങ്ങൾ ഇപ്പോൾ ഇല്ല എന്ന സൂചനയാണ് ബിനോയ് വിശ്വം നൽകിയത്. അറിയാം എന്താണ് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കാതലെന്ന്. CPIക്ക് അറിയാം എന്താണ് CPM ബന്ധമെന്നും അറിയാം CPIക്ക്. അതെല്ലാം കൊണ്ട് CPI പറഞ്ഞു സംശയമൊന്നും ആക്കുന്നുണ്ട്, കത്തയക്കുക. ആ കത്ത് ഇപ്പോൾ അയച്ചിരിക്കുന്നു. നിങ്ങളുടെ എല്ലാം ആശങ്ക അസ്ഥാനത്താണ് എന്ന കാര്യം തെളിയിക്കപ്പെട്ടിരിക്കുന്നു. PMC പോലെ ഒന്നിൽ CPIക്കും CPMനും ഈ വഴിക്കല്ലാതെ വേറൊരു വഴിക്ക് പോകാൻ പറ്റില്ല. RSSന്റെ വിദ്യാഭ്യാസ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയുള്ള NEPയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദ്ധതിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ കേൾക്കുന്ന തീരുമാനമല്ലാതെ മറ്റൊരു തീരുമാനം CPIക്കും CPMനും ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ വിജയം ഇന്ത്യയിലെമ്പാടും RSSന്റെ വിദ്യാഭ്യാസ രംഗത്തെ നുഴഞ്ഞുകയറ്റ പ്രവണതയ്ക്കെതിരായിട്ടുള്ള വിജയമാണ്. ഇതൊക്കെ പറയുമ്പോഴും മന്ത്രിസഭാ ഉപസമിതി ഇതുവരെ യോഗം ചേർന്നിട്ടില്ല, തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല എന്നൊരു സാഹചര്യം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോഴുണ്ടാകുന്ന ഈ ഏറ്റുമുട്ടൽ PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാന തീരുമാനത്തിൽ അതിൽ നിന്ന് മാറേണ്ടി വന്നതിന്റെ ഏറ്റുമുട്ടൽ തന്നെയായി വേണം കാണാൻ. കാരണം ഇതിൽ കൂടിയാലോചനകൾ ഇല്ലാതെയാണ് PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ അറിവോടെ എന്നതാണ് മനസ്സിലാക്കുന്നത്. ആ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകാൻ ഇപ്പോൾ നിർബന്ധിതമായെങ്കിലും അതൊരു ശാശ്വതമായ തീരുമാനമല്ല. ഒരുപക്ഷെ ആ പദ്ധതിയിലേക്ക് വരേണ്ടി വരും എന്ന സാഹചര്യം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ചെയ്തിരിക്കുന്നത്. അപ്പോൾ നയപരമായ ഒരു ഏറ്റുമുട്ടൽ തന്നെയാണ് CPMനും CPIക്കും ഇടയിൽ
PM ശ്രീയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. വിട്ടുവീഴ്ചകൾ വേണ്ടിവരും CPIക്ക് എന്നതിന്റെ ഒരു സൂചനയായി കൂടി വേണം ഇത് കാണാൻ. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കാലമെങ്കിലും കഴിഞ്ഞു പോകണം ഏറ്റുമുട്ടലുകൾ ഇല്ലാതെ എന്നതാണ് മുന്നണിയിലെ മറ്റുള്ളവരെല്ലാം ആഗ്രഹിക്കുന്നത്. പക്ഷേ അത് സാധ്യമാകുമോ എന്നത് ഇന്നത്തെ ഏറ്റുമുട്ടലോടുകൂടി ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്തായാലും ഇതിന് ഈ തീരുമാനത്തിലേക്ക് തന്നെ എത്തിയത് ഈ സാഹചര്യം വഷളാക്കാതിരിക്കാനാണ്. അപ്പോൾ കൂടുതൽ ഇടപെടൽ ഇത് ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ ഉണ്ടാകും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. താൽക്കാലികമായി ഇപ്പോൾ ആ പ്രശ്നം പരിഹരിച്ചു, കത്തയച്ചതോടുകൂടി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇതോടുകൂടി ആ പ്രശ്നം തൽക്കാലത്തേക്ക് ഒടുങ്ങുമെന്നാണ് കരുതുന്നത്.